Okay. Anyway, ഒരുപാട് സന്തോഷമുണ്ട്. Thankful to Jesse Bose Science Forum for this wonderful opportunity. And it's really a proud moment to speak on the occasion of International Day of Women and Girls in Science, where being a research scholar, being a girl, and who work in the field of science, it's really a privilege and proud moment to speak on the state of women, state of girls in the field of science, technology, engineering, and mathematics. So the topic of today's talk is women scientists who broke the glass ceiling, story of their radical life. തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയത്തെ അധികരിച്ചൊരു ചർച്ച നടത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സയൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഒരു സവിശേഷമായൊരു അവസരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു ടോക്കില് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നോട് പറഞ്ഞിരുന്നത് നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ചും സാർവദേശീയമായും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അഥവാ പരിചയപ്പെടേണ്ടെന്ന് നമുക്ക് അറിയാതെ പോയിട്ടുള്ള ലേഡി സയന്റിസ്റ്റുമാരെ, വനിതാ ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുത്തുക എന്നൊരു രീതിയിലാണ് എനിക്ക് ടോക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ബ്രീഫ് ഒരു ഡിസ്ക്രിപ്ഷൻ തരാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഈ ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. ബിക്കോസ് ഇന്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ഇസ് being observed on February 11th, and it is proposed as an occasion to celebrate the women throughout the organization who are working in the fields of science, technology, engineering, and mathematics. And the main objectives of celebrating International Day of Women and Girls in Science is to promote gender equality, to highlight their achievements, to inspire the future generation of the upcoming girls and women, and it advocates for inclusion of women in different fields. And if we see the Nobel Prize laureates till now, this is a statistics in 2018, which shows that if you take the Nobel Prize laureates who got Nobel Prize in the field of physics, chemistry, physiology, or medicine, almost 97% of the prize goes to male and 3% of them goes to women. So that actually points towards the imbalance or the inequality existing in the field. It doesn't mean that I would make it particular in the beginning itself. I don't want to make a feminist kind of talk. I don't want to make something women oriented talk, but I should make certain comments which have to be taken into consideration, that I have to make I have to particularly mention in the beginning. നമ്മള് സ്ത്രീകളെ കുറിച്ച്, സ്ത്രീകൾക്ക് സയൻസിലുള്ള പ്രാധാന്യത്തെ കുറിച്ച്, സ്ത്രീകൾ അതിനകത്ത് വരുത്തുന്ന പങ്കിനെ കുറിച്ച് വളരെ പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്നതിന്റെ ആവശ്യകത എന്താണെന്നൊരു ചോദ്യം വരും. കാരണം ഈ ഫെബ്രുവരി 11 നമ്മൾ ഇത് ആചരിക്കുമ്പോൾ ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ, ദേശീയ ശാസ്ത്ര ദിനമാണ്. നവംബർ 10 നമ്മൾ ഇന്റർനാഷണൽ സയൻസ് ഡേ ആയിട്ട്, സാർവദേശീയ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളുള്ളപ്പം വൈ ഷുഡ് ദർ ബി എ സെപ്പറേറ്റ് ഡേ ഫോർ വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ടു ബി സെലിബ്രേറ്റഡ് ആർ ടു ബി ഒബ്സർവ്ഡ് എന്നൊരു ചോദ്യമുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ അതിനെ വളരെ പ്രത്യേകമായിട്ട് എടുക്കുന്നതിന്റെ കാരണം ഒരു എന്താണ്, ചില ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ച് അത് മനസ്സിലാവും. നമ്മൾ ഈ പറയുന്ന ഒരു കണക്ക് ഞാൻ പറഞ്ഞു, 97% പേരും നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് പുരുഷന്മാരാണ്, 3% സ്ത്രീകളാണ് എന്ന് പറയുമ്പം അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷെ അത് വിരൽ ചൂണ്ടുന്ന ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലേക്കാണ് ഞാൻ പ്രധാനമായും ചർച്ച കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ചില ജീവിതങ്ങൾ അവതരിപ്പിക്കാൻ, സയന്റിസ്റ്റുമാരുടെ ചില ജീവിതങ്ങൾ അവതരിപ്പിക്കാം, അതിലൂടെ ചില കാര്യങ്ങൾ പറയാനും ഞാൻ ആഗ്രഹിക്കാം. ഈ സയൻസിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുമ്പം സയൻസിൽ ആര് പങ്കെടുത്താലും, അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി, ദ വൺ ആൻഡ് മോസ്റ്റ് തിങ് ടു ബി കൺസിഡർ ഈസ് സയന്റിഫിക് ടെമ്പർ.
ഒരാൾക്ക് ശാസ്ത്രീയ ചിന്താഗതി ഇല്ലെങ്കിൽ, അത് സ്ത്രീയായാലും പുരുഷനായാലും ശരി, സയൻസിനകത്ത് അവർ ഇൻവോൾവ് ആവുന്നതിനകത്ത് നോ യൂസ്, അത് യൂസ്ലെസ് ആണ്. കാരണം അതുകൊണ്ട് ഉണ്ടാവുന്നത് റിസൾട്ട് എന്തായാലും ശരി, അത് ആത്യന്തികമായി ശാസ്ത്രത്തിന് പ്രയോജനം ചെയ്യുന്നതാവില്ല. ഇപ്പൊ ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു കാര്യം, ശാസ്ത്രീയ ചിന്താഗതി, ശാസ്ത്രത്തോടുള്ള എന്താണ് വല്ലാത്തൊരു അഭിനിവേശം, ശാസ്ത്രത്തിന്റെ രീതിയോട്, ശാസ്ത്രത്തിന്റെ ചിന്താഗതിയോട് ഒക്കെയുള്ള ഒരു പ്രത്യേകമായ മമത, ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കിലാക്കേണ്ടത്. പക്ഷെ അത് എങ്ങനെ ഉണ്ടായി വരുന്നു ഒരാൾക്ക്? ഇപ്പം ഇത് ഈ ടോക്ക് കേട്ടോണ്ടിരിക്കുന്നതിൽ തന്നെ സ്റ്റുഡൻസ് ഉണ്ടാവും. ആൻഡ് ദോസ് സ്റ്റുഡൻസ് who are attending the talk, they should make a self evaluation, like why you are interested in science. Let it be a woman, let it be a girl, let it be a boy, whatever. Why you are interested in science? Is it because it is giving you a very good job, you are going to be a teacher, you are going to be a scientist, you are going to be a doctor, it is giving you something which as a kind of very good social status? No, you should like science because you should have this special intention, or special intensive kind of affinity towards scientific temper, or the scientific methodology, scientific thinking, and the way of living in a scientific manner. It should be there. Otherwise, there is no point in having an interest in science. It will create some robots who is working in the laboratories and will produce certain results. It won't do anything. Obviously, it will give some immediate result, but it won't do anything to the society. So when we talk about scientists and the people who are doing in science, and those people who have proved their expertise in the field of science, it should be connected to the society. What they have done, what was their approach, how do they took up the science in coordination with the social condition of that time period. It should be considered. ഒരാള് സയന്റിസ്റ്റ് ആണ്, ഒരാള് സയന്റിസ്റ്റ് ആയി എന്നൊക്കെ പറയുമ്പോൾ ഏത് കാലഘട്ടത്തിൽ, ഏത് സാമൂഹ്യ പരിതസ്ഥിതിയിൽ അവർ ആ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ അതിൽ ഏറ്റവും ആദ്യം പരിഗണിക്കുന്ന ഒരു പേരാണ് മേരി ക്യൂരി. When we talk about women scientists, the first and foremost name which comes in our mind would be Mary Curie. She was the one who discovered radioactivity. She was the first woman to receive Nobel Prize, and she's the first women to receive Nobel Prize in 2 domains of science, physics and chemistry. And those Nobel Prizes were for the discovery of radioactivity and for the discovery of elements like polonium and radium. So it is there. It will come into our mind. And Marie Curie, ഈ ഒരു കണ്ടുപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിലോ അവർക്ക് കിട്ടിയ നോബൽ പ്രൈസിന്റെ പശ്ചാത്തലത്തിലോ മാത്രമല്ല വളരെ ഒരു സവിശേഷമായ വ്യക്തിയായി, അല്ല ഉദാത്തമായ ഒരു മാതൃകയായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തോട്, അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളോട് അവരെടുത്തൊരു നിലപാടിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് മേരി ക്യൂറി വളരെ ഒരു സവിശേഷമായ ഒരു പൊസിഷനിൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. മേരി ക്യൂറി ഒരിക്കലും മേരി ക്യൂറി ആവുമായിരുന്നില്ല എപ്പോ അന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് മേരി ക്യൂറി പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ. മേരി ക്യൂറിയുടെ ലൈഫ് സ്ട്രഗിളിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. യു നോ ദ ലൈഫ് സ്ട്രഗിൾ ഓഫ് മേരി ക്യൂറി, ആൻഡ് ഇറ്റ് ഇസ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. And if you consider the life story of Marie Curie, you will come into the fact that, or you will conclude that she is Marie Curie, or the so-called Marie Curie has arisen or emerged only when she decided to fight against the odds in the society. She was born in a land which was not supporting them to speak their own native language. സ്വന്തം ഭാഷ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു മണ്ണിലാണ് മേരി ക്യൂറി ജനിച്ച് വളർന്നത്. അവിടെ നിന്ന് സ്ത്രീകൾ വെളിയിൽ പോയി പഠിക്കുക, അതും മറ്റൊരു ജോലി ചെയ്ത് സമ്പാദിച്ച് പുറം രാജ്യത്ത് പോയി പഠിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സ്ട്രഗിളും ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സയൻസിനോടുള്ള തീർച്ചയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, സയൻസിനോടുള്ള വല്ലാത്ത പാഷനുണ്ട്, സയൻസിൽ എന്താണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെയുള്ള സബ്ജക്റ്റുകളോടുള്ള ഇഷ്ടമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റിക്കുള്ളൊരു ഒരു ഒരു മാതൃകയും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്ക് സയൻസ് പഠിക്കുക എന്നുള്ളത് മേരി ക്യൂറി തീരുമാനിക്കുമ്പോൾ എന്റെ പുറകെ വരുന്നവർക്ക് കടന്നു വരാനുള്ള ഒരു വഴിയും കൂടെ തുറന്നിട്ടിട്ടാണ് പോകുന്നത്. ആൻഡ് that is not an easy task
to to decide to do the things which Marie Curie has done, that point of taking decision is not a easy task, and it is a great struggle. ഇപ്പൊ ഇരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, we won't understand the intensity of the struggle at the moment which we are sitting here and talking. It is a differently great struggle, and that has to be taken into consideration. She was actually fighting against the social discriminations, or the odds, or the social inequalities, or the other social or political crises existed in that particular social conditions. And we'll move on to the next person. She's Lise Meitner. Some of you might have heard about it, or at least students in the field of chemistry might have heard about the element Meitnerium, which has been named after this particular scientist. And she was the one who discovered nuclear fission. ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആറ്റം ബോംബിനകത്ത് നടക്കുന്ന പ്രതിഭാസമാണ് ന്യൂക്ലിയർ ഫിഷൻ. ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ബ്രേക്ക് ചെയ്ത് 2 എലമെന്റ്സ് ആയി പോകുന്നു. അതിനോട് ഉണ്ടാവുന്ന എനർജിയാണ് ഈ ആറ്റോമിക് എക്സ്പ്ലോഷൻ ഒക്കെ വേണ്ടിയിട്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞയാണ് മീറ്റ്നർ. പ്രൊട്ടാക്ടീനിയം എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഒരു മൂലകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞയാണ്. ആൻഡ് she has been denied Nobel Prize for the discovery of nuclear fission. It has been given to some other person or her colleague who was a man. She has been denied only because of the reason that she is a woman. So that has to be taken into consideration. ഒരാള് അത് സ്ത്രീയോ പുരുഷനോ ചെയ്യുന്ന പ്രവർത്തികള് അല്ലെ ചെയ്ത ശാസ്ത്രീയമായ ഇടപെടലുകള് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിമൻ ആണ്, സ്ത്രീയാണ് എന്നുള്ളതിന്റെ പേരിൽ അവർക്ക് അതിനുള്ള റെക്കഗ്നീഷൻ, അവർക്ക് അതിനുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന 1924 തൊട്ട് 48 ഇടയിലുള്ള ഒരു സമയത്ത് 19 തവണ അവരുടെ പേര് നോമിനേറ്റഡ് ആയി നോബൽ പ്രൈസിന് വേണ്ടി കെമിസ്ട്രിയിൽ, പക്ഷെ നൽകപ്പെട്ടില്ല. 37 തൊട്ട് 67 വരെയുള്ള കാലഘട്ടത്തിൽ 30 തവണയും അവരുടെ എല്ലാ വർഷവും പേര് നോമിനേറ്റഡ് ആവും, ബട്ട് ഫൈനലി അത് പേര് റിജക്ട് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മൻ മേരി ക്യൂറി എന്ന് വിശേഷിപ്പിച്ച ഒരു വനിതയാണ് ലീസ് മീറ്റ്നർ. ഒരു ശാസ്ത്രജ്ഞയാണ്, പക്ഷേ വേണ്ടുന്നൊരു അംഗീകാരം, സാമൂഹ്യ അംഗീകാരം, ശാസ്ത്ര അംഗീകാരം കിട്ടാതെ പോയി, ഓൺലി ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് ഷീ ഈസ് എ വിമൻ. അപ്പം അത് നമ്മൾ പരിഗണിക്കേണ്ടുന്നത് അന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പൊ അങ്ങനെ അവർക്കത് നഷ്ടപ്പെടുമ്പോഴും അവിടെ തളരാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു തീരുമാനം അത് അത്ര എളുപ്പമല്ല എടുക്കാൻ. ഇറ്റ് ഈസ് വെരി ഈസി ഫോർ someone to decide, okay, this society is not supporting me, it's not promoting me, so I will stop it here and will leave. That's an easy decision to take. ഇട്ടിട്ട് പോവാമെന്ന് തീരുമാനിക്കാം. but she didn't do that. She went forward, മുന്നോട്ട് പോയി, കൂടുതൽ കാര്യങ്ങൾ നടത്തി, കൂടുതൽ എക്സ്പെരിമെന്റ്സ് നടത്തി, താൻ എന്ത് കണ്ടുപിടിക്കാനാണോ തന്റെ ജീവിതത്തിന്റെ ഇത്രയും കാലം വിനിയോഗിച്ചത് അതിന്റെ തുടർ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം നയിച്ച കഥയാണ് നമ്മൾ ലീസ് മീറ്റ്നറിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്നത്. ഞാൻ എല്ലാത്തിന്റെയും എല്ലാ വിശദമായ ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല, നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ എല്ലാത്തിന്റെയും ചുരുക്കം അവതരിപ്പിക്കുന്നത് കേൾക്കുന്നവർക്ക് ഇനിയും പോയി വായിക്കാനുള്ള ഒരു ഹിന്റ് ഇട്ട് തരുന്നു എന്ന് മാത്രം. സോ ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, ഈ ഫീൽഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മാഡം ക്യൂറി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിമൻ സയന്റിസ്റ്റ് ആണ്. ഇറ്റ്സ് റോസലിൻ ഫ്രാങ്ക്ലിൻ. ഒരു ക്രിസ്റ്റലോഗ്രഫി സയന്റിസ്റ്റ് ആണ്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഇസ് സംതിങ് വിച്ച് ആക്ച്വലി ലെഡ് ദ സൊസൈറ്റി ഇൻ എ പ്രോഗ്രസീവ് പാത്ത്. സമൂഹത്തെ ഒരു പുരോഗതിയുടെ വഴിയിലേക്ക് നയിച്ചത് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയിലൂടെയാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യന്റെ ചിന്താഗതികൾക്ക്
ഈ ശാസ്ത്രത്തിന്റെ സ്വാധീനം ഇല്ലാതായി പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മൾ ഈ മീറ്റ്നറിന്റെ കാര്യം പറയുമ്പോഴും വലിയ വലിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ അന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ആ രീതിയിൽ വളരുന്നുണ്ട്. ബട്ട് ആ ഒരു തിങ്കിങ് ഇല്ല. കൾച്ചറലി ഒരു സാംസ്കാരികമായി ഒരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. There was a period when Aristotle said women has less number of teeth than men, and that was only because of the reason that women is somewhat inferior to men, and that is kind of cultural what to say degradation would be, and that still persisted throughout the time period that we are discussing now. And Rosalind Franklin was the lady who was working in crystallography, and she has been extensively working to get the structure of DNA. And it is mentioned in some books that she has been working for 100 hours to get this images, and she has taken lots and lots of images. And the last 51st image, which she labeled as picture 51, and that was the image which led actually to the conclusion that DNA is having a double helical conformation. DNA-ക്ക് ഒരു ഇരട്ട എന്താണ് ഡബിൾ ഹെലിക്കൽ, അതിന്റെ മലയാളം എനിക്ക് കറക്റ്റ് വരുന്നില്ല, രണ്ട് ഏണികൾ പരസ്പരം ക്രോസ് ചെയ്ത് വെച്ചതുപോലെയുള്ള ഒരു സ്ട്രക്ചറാണ് DNA-ക്ക് ഉള്ളത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ആക്ച്വലി റോസ്ലിൻ ഫ്രാങ്ക്ലിൻ നടത്തിയ ഒരു ഫോട്ടോഗ്രാഫി എക്സ്പെരിമെന്റ്സിലൂടെ കിട്ടിയ ഒരു ഫോട്ടോഗ്രാഫാണ്. അവരുടെ പിക്ചർ 51 എന്ന് അവർ ലേബിൾ ചെയ്ത ഒരു ഫോട്ടോഗ്രാഫിൽ നിന്നാണ് ആ ഇമേജ് കിട്ടുന്നത്, ആ ഒരു ക്ലൂ കിട്ടുന്നത്. ബട്ട് ആക്ച്വലി അത് ലീക്ക് ചെയ്തു. അവരുടെ ലാബിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഈ പുരുഷ മേധാവിത്വത്തിൻ്റെതായ ഭയങ്കരമായ ഒരു ഫ്രിക്ഷനകത്താണ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ അവരുടെ അന്നത്തെ ലാബിൽ വർക്ക് ചെയ്തിരുന്നത്. അത് ലീക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വാട്സൺ ആൻഡ് ക്രിക്ക് അവരുടെ ഈ DNA-യുടെ സ്ട്രക്ചർ അനൗൺസ് ചെയ്യും. അവർക്ക് അതിന്റെ നോബൽ പ്രൈസ് പോവുകയും ചെയ്തത്. റോസലിൻ ഫ്രാങ്ക്ലിന് അത് കിട്ടാതെ പോവുകയും ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ബിക്കോസ് നമ്മൾ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ സയൻസ് എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ജീവിതങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഓരോരോ കാര്യങ്ങളും ഞാൻ ഓർത്തെടുത്ത് പറയുന്നതാണ്. സയൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ലാബ്, നമ്മൾ പഠിക്കുന്ന ധാരാളമായ തിയറികൾ, നമ്മൾ ലാബുകളിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മ വരിക മേ ബി കെമിസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേ കോണിക്കൽ ഫ്ലാസ്കോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബോ എടുത്ത് നടത്തുന്ന പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ബയോളജിയെ കുറിച്ച് പറയുമ്പോൾ മൈക്രോസ്കോപ്പിനകത്തൂടെ നോക്കി ചെയ്യുന്ന പരീക്ഷണങ്ങൾ, അങ്ങനെ ധാരാളമായ പിക്ചേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വരും. When we talk about biology, will come the image of scientists sitting in a lab and observing through the microscope. When we talk about chemistry, will come into the picture which chemists working in the chemical lab table and using certain conical flask or test tube and doing certain experiments. It is not actually exactly sciences. Science is something beyond that. Obviously, science is experiments. It is there. Experimentation is there. Observation is there. Conclusion is there. That is the methodology we follow. In fact, science includes ethics. Science includes a scientific, a cultural attitude, or there's a culture. Scientific culture is something different. It should be there. It should be there to be practiced. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സയൻസിന്റെ ഫീൽഡിൽ ധാർമ്മികത ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാ. മാഡം ക്യൂറി ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ സയന്റിഫിക് എത്തിക്സ്, ആൻഡ് ഷീ ഡിനൈഡ് ടു അപ്ലൈ ഫോർ പേറ്റന്റ് ഫോർ ഹെർ invention because she wanted to say to the world that no scientific discovery or invention is a personal property of a scientist. അതൊരു ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ല, അത് സമൂഹത്തിലൂടെ ഉണ്ടായി വന്നൊരു നോളജ് ആണ്. ആൻഡ് ആർക്കും അതിനകത്തൊരു ആ കണ്ടുപിടുത്തത്തിന് ഒരു വാണിജ്യ ഭാവി ഉണ്ടായി എന്നതിന്റെ പേരിൽ ഒരു കണ്ടുപിടുത്തത്തിന്റെയും എന്താണ് അവകാശം സ്വയമേ അവകാശപ്പെടാൻ പറ്റില്ല എന്നൊരു എത്തിക്സ്, ഒരു ധാർമ്മികമായ ഒരു ബോധം പകർന്നു നൽകാൻ അവർക്ക് പറ്റി. പക്ഷെ അതേ എത്തിക്സ് വേറൊരു വശമാണ് റോസലിൻ ഫ്രാങ്ക്ലിനെ പോലുള്ള ഒരു സയന്റിസ്റ്റിനെ അവരുടെ ഫീൽഡിൽ റെക്കഗ്നൈഷൻ കിട്ടാതെ പോവാൻ ഇടയാക്കിയത്. അതേപോലെ ഒരു കൾച്ചറൽ സാംസ്കാരികമായി ഉണ്ടായി വരേണ്ടുന്ന ഒരു ഔന്നിത്യം ഇല്ലായ്മയാണ്
ഒരു ലാബിൽ വളരെ കഴിവുള്ള ശേഷിയുള്ള ഒരു ലേഡി സയന്റിസ്റ്റിന് വേണ്ടുന്ന ഒരു ഫ്രീഡവും അവർക്കുള്ളൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഉണ്ടാകാതെ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പം ഇത്തരം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടിക്കൊണ്ടാണ് എല്ലാ കാലത്തും ഈ സ്ത്രീകൾ മാത്രമല്ല, സമൂഹം മുന്നോട്ട് പോകുന്നത് സാമൂഹ്യമായ ഇത്തരം അനീതികളെയും സാമൂഹ്യമായ പ്രതിബന്ധങ്ങളെയും അതിനോടൊക്കെ പ്രതിരോധിച്ചുകൊണ്ടും പ്രതികരിച്ചുകൊണ്ടും തന്നെയാണ്. അപ്പോ നമ്മള് ഈ ഇത്തരം കഥകളെ കുറിച്ച് കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് എത്രത്തോളം ഇത് നമ്മളിരിക്കുന്ന സാമൂഹ്യ സാഹചര്യവും അന്നത്തെ സാമൂഹ്യ സാഹചര്യവും തമ്മിലൊരു കമ്പാരിസൺ നടത്താൻ നമുക്ക് പറ്റണം. പലതും നമുക്ക് ഊഹിച്ചെടുക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഊഹിച്ചെടുക്കാൻ നമുക്ക് സങ്കല്പിക്കാനും പോലും പറ്റാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്. അത് ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ചും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്ത്യയിലെ ലേഡി ഡോക്ടർ ആയിരുന്നു അവര്, ആനന്ദി ഗോപാൽ ജോഷി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആനന്ദി ഗോപാൽ ജോഷി എനിക്കൊന്നു മഹാരാഷ്ട്രയിലാണ് ജനിച്ചു വളർന്നത്. 1865 അന്നത്തെ 1865 ഇന്ത്യയുടെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. അന്ന് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിയായി പോലും പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. ഷി ഗോട്ട് മാരീഡ് ഓൺ ദ early age, maybe around 10, 11th age, and she became a mother on the age of 14. 14ാമത്തെ വയസ്സിൽ അമ്മയായ ഒരു പെൺകുട്ടിയാണ് ആനന്ദി ഗോപാൽ ജോഷി. ആ കുട്ടി 10 ദിവസം കഴിഞ്ഞ് ജനിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി മരിച്ചുപോയി. ആൻഡ് ആ ഒരു സംഭവം ആനന്ദി ഗോപാൽ ജോഷി എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ ഉണ്ടാക്കിയ, അല്ലെ സ്ത്രീ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, 14 വയസ്സ് ഒരു പെൺകുട്ടിയിൽ ഉണ്ടാക്കിയ ചിന്തകളുടെ ഒരു തരംഗം വളരെ വലുതാണ്. ഇന്ത്യയിലെ ഇന്ത്യയുടെ മണ്ണിൽ, സ്വന്തം മാതൃഭൂമിയിൽ ഒരു മെഡിക്കൽ കെയർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ അത് അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചില സിനിമകളൊക്കെ ഇന്നത്തെ തലമുറ കണ്ടിട്ടുണ്ടാവും, ചില നോവലുകൾ വായിച്ചാലും നമുക്ക് മനസ്സിലാവും. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ഒക്കെ നോവലുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് എന്ന് പറയുന്നത് വിധവാ വിവാഹത്തിന്റെ, ശൈശവ വിവാഹത്തിന്റെ, സതിയുടെ ഒക്കെ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്ത്രീകളെ ഒരു 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 വ്യക്തിയായി പോലും കാണാൻ പറ്റാത്ത, നവോത്ഥാന കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു പീരീഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ സമൂഹത്തിന് വേണ്ടി ആരോഗ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്ന സാമൂഹ്യ സാഹചര്യമേ അല്ല. ഒരാൾക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിന്തയായിരുന്നു. ആൻഡ് ആ ചിന്തയ്ക്ക് അവരുടെ ഭർത്താവ് അവരെ സഹായിച്ചു, അവരോടൊപ്പം നിന്നു. അങ്ങനെ അവര് വിദ്യാഭ്യാസം നേടി അമേരിക്കയിൽ പോയി പെൻസിൽവാനിയ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഡിഗ്രി കരസ്ഥമാക്കുന്നത്. ഡിഗ്രി കരസ്ഥമാക്കി അവർ തിരിച്ച് നാട്ടിൽ വന്ന് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഡോക്ടറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ അന്നത്തെ സാഹചര്യത്തില് അതൊന്നും അത്ര എളുപ്പമല്ല. അവർ കേട്ടിട്ടുള്ള പഴികൾ ചെറുതല്ല, അവർക്ക് അതിനു വേണ്ടിയിട്ട് ത്യജിക്കേണ്ടി വന്ന കാര്യങ്ങൾ ചെറുതല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ ഏജ് ഓഫ് 22 ഷീ ഗോട്ട് എക്സ്പയർഡ്. ട്യൂബർക്കുലോസിസ് വന്നവര് മരിച്ചുപോയി. തിരിച്ച് നാട്ടിലെത്തി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്ക് 22 വയസ്സ് ജീവിച്ചുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എനിക്കറിയില്ല കേട്ടോണ്ടിരിക്കുന്നവരിൽ എത്ര പേര് 22 വയസ്സിന് താഴെ ഉണ്ട്, എനിക്ക് സംശയമുണ്ട്. 22 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് നമ്മളെല്ലാവരും. വാട്ട് വി ഹാവ് ഡൺ വിത്തിൻ അവർ 22 or 25th ഇയേഴ്സ് ഓഫ് ലൈഫ് സ്പാൻ? ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും നാളുകൾ ഈ ഒരു 25 വയസ്സിന്റെ ആയുസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 30 വയസ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആൻഡ് ഷീ ഹാസ് ബിക്കം എ ഗ്രേറ്റ് റോൾ മോഡൽ ടു ദ എൻറ്റയർ സൊസൈറ്റി. And that was not an easy task for her to fight against the social condition of that time. And that was the time where we were discussing about sati. The social injustice existed against women. That was the time of child marriage, and that was the time of that was a time before our Renaissance, and that was it is extraordinary to decide to do something for the healthcare in India at that time.
And she did that by going outside abroad to the US, and she came back, and that was a very important step for the Indian people. Unfortunately, she couldn't complete that. She died on the age of 22, and that is a great model, you know. അത് നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരിക്കലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ പഠനത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വ്യക്തിത്വമാണ് കാദംബിനി ഗാംഗുലി. ഒരു കാദംബിനി നമ്മുടെ പശ്ചിമ ബംഗാളിൽ ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടിയാണ്. ആൻഡ് അവര് ഇതേപോലെ മെഡിക്കൽ പ്രൊഫഷൻ സ്വന്തം പ്രൊഫഷനായിട്ട് എടുക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അവർക്കും അവരുടെ ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാദംബിനി ഗാംഗുലിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഷി വാസ് ഓഫ് കോഴ്സ് ഷി വാസ് എ ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ. ആൻഡ് what to say, she was not only doing her she was not only a professional in medicine, she was a very good politician too, and that is a wonderful thing to be considered. നമ്മൾ ഒരിക്കൽ നമ്മൾ പറയുമ്പം എല്ലാവർക്കും അവനവന്റെ ജോലി ഉണ്ട്, അത് ചെയ്താൽ മതി എന്ന് പറയും എല്ലാവരും. സയന്റിസ്റ്റ് ആണെങ്കിൽ സയൻസിന്റെ ജോലി ചെയ്താൽ മതി, സയൻസ് ലാബിലിരുന്ന് എക്സ്പെരിമെന്റ് ചെയ്താൽ മതി പറയും. അല്ലെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ രോഗികളെ ചികിത്സിച്ചാൽ മതി പറയും. ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി പറയും. വാട്ട് എവർ ബി യുവർ പ്രൊഫഷൻ, do that only. That is a common social message that we get. If you are a doctor, you treat the patients and you take care of your career. You don't need to get into the social things. You don't need to get into the social activities. You don't need to care about the political situation. And she was exact opposite to that. She was an exception. She was a doctor, and she was a active member of international conference, and she was a freedom fighter. And it was some books suggest she was one of 6 women delegates to the 5th session of international congress in 1889. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഡെലിഗേറ്റ് സെഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 6 വനിതകളിൽ ഒരാളായിരുന്നു. 1889 തെരഞ്ഞെടുക്കപ്പെട്ട 6 വനിതകളിൽ ഒരാളായിരുന്നു കാദംബിനി ഗാംഗുലി. അതുപോലെ കോൺഗ്രസിന്റെ ഒരു വിമൻസ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യാൻ, കൽക്കട്ടയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആൻഡ് ദ തിങ്, അനദർ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ്, ആൻഡ് ഷി വാസ് പ്രാക്ടീസിങ് മെഡിസിൻ, and she was supposed to go to each local areas, each homes, and treat the suffering patients over there. And so the people around were actually blaming her, or there are certain social norms, and there were even certain newspapers called her a war. She has to fight against it. She didn't mind about it. She didn't actually care about it. She went on. And that there would be a point in some other's life. We are talking about a time where one single lady is doing the thing. No other society is supporting. No other large mass of people is supporting. She, along with her family members, maybe her husband is supporting. And she has been blamed for many things, but she didn't care about it. She went on. And that is a extraordinary courage, I would say. ഈ എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ആളുകൾക്ക് അസുഖം വരുമ്പോൾ വീടുകളിൽ പോയി ചികിത്സിക്കേണ്ടി വരും. ചിലപ്പോൾ രാത്രി ആയിരിക്കും, അപ്പൊ ഇവർ ഒറ്റയ്ക്ക് പോവുമായിരിക്കും, ചിലപ്പോൾ കൂട്ടാൻ വരുമായിരിക്കും. അങ്ങനെ വീടുകളിൽ പോയി ഈ അസുഖമുള്ള ആളുകളെ ചികിത്സിക്കുമ്പോൾ വളരെ മോശമായി ഇവരെ കുറിച്ച് പത്രങ്ങൾ എഴുതി. അതിനെ മൈൻഡ് ചെയ്യാതെ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ സിമ്പിൾ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, പോവാൻ പറയും. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും പ്രോഗ്രസീവ് അല്ല അന്നത്തെ കാലം. അവിടെ ഒരു സ്ത്രീക്ക് അപവാദം നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന, കണ്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം കുറച്ചുകൂടി സോഷ്യലി കണക്റ്റഡ് ആണ് എല്ലാവരും. അത് ഉണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. പക്ഷെ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കാണിച്ചൊരു ധൈര്യമുണ്ട്. ആക്ച്വലി ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടുന്നത്. ഇവിടെ സയൻസ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, റിസർച്ച് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, എനിക്ക് പറയാനുള്ളത് ഇവരുടെയൊക്കെ ലൈഫിൽ നിന്ന് അവർ നടത്തിയ കണ്ടുപിടുത്തങ്ങളും അവര് സയൻസിന്റെ നോളജിലേക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി നമ്മൾ എടുക്കണം. അത് നമ്മൾ പഠിക്കും. നമ്മളത് നമ്മുടെ ഒരു
ഒഫീഷ്യൽ അക്കാഡമിക് ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മൾ അതൊക്കെ പഠിക്കും. പക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെ അവര് കാണിച്ചു തന്നിട്ടുള്ള ചില വാല്യൂ പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഒരു എക്സ്ട്രാ റീഡിങ്ങിലൂടെയും എക്സ്ട്രാ സ്റ്റഡിയിലൂടെയും മാത്രമേ പറ്റുള്ളൂ. ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഇതൊക്കെയാണ് എവിടെയാണോ ഉപയോഗപ്പെടുക എന്നുള്ളത് ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം. അടുത്ത ഒരാള് നമ്മള് ദാറ്റ് ഇസ് കമല സുഹോനി. അത് നമ്മള് that is an interesting example to talk about. She was born in MP, and she was very interested in physics, and after her BSc she applied to Indian Institute of Science, IAC, for a research fellowship. And that time IAC was head by Professor CV Raman. You might have heard about CV Raman. He is a great scientist. He was a Raman effect, and he obviously has contributed much to the scientific knowledge. But one unfortunate thing is that he was a person who denied her application because he was very particular about the fact that women were not competent enough to pursue research. That was his point. പ്രൊഫസർ സി വി രാമൻ ഡയറക്ടറായിരിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് പഠിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ അയച്ച കമല സൊഹോനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അന്ന് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെട്ടു. കാരണം സി വി രാമന്റെ അന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവില് സ്ത്രീകള് റിസർച്ച് ചെയ്യാൻ മാത്രം കഴിവുള്ളവരല്ല എന്നുള്ളതായിരുന്നു. വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം അരിസ്റ്റോട്ടൽ തിങ്കിങ്. അരിസ്റ്റോട്ടൽ പറഞ്ഞതുമായി ഞാൻ അങ്ങനെ ഡയറക്റ്റ് കമ്പയർ ചെയ്യല്ല, പക്ഷെ ഞാനൊരു അപ്രോച്ച് പറയാം, ഒരു സമീപനത്തെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഒരു വലിയ ശാസ്ത്രജ്ഞനായിട്ട് പോലും അതിന്റെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ വളരെ വലിയൊരു ഉദാഹരണമാണ് കമല സുഹനി. ഷീ ഫൈറ്റഡ്. ഫൈനലി ഷീ ഗോട്ട് അഡ്മിറ്റഡ് ഇൻ IAC ആൻഡ് ലേറ്റർ ഷീ വെന്റ് ടു കാംബ്രിഡ്ജ്. അവര് IACയിൽ അഡ്മിഷൻ കിട്ടി. ആൻഡ് പിന്നെ IACയിൽ അഡ്മിഷൻ കിട്ടുന്ന ഫസ്റ്റ് ലേഡിയാണ് അവര്. ദെൻ അവര് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോയി. ആൻഡ് ദോസ് സ്റ്റുഡൻസ് സ്റ്റഡീസ് അറ്റ്ലീസ്റ്റ് നമ്മള് +2 സ്റ്റുഡൻസിന് they know cytochrome C, that's an enzyme in plant enzyme. And അത് കണ്ടുപിടിച്ചത് കമല സൊഹോനി എന്ന് പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ്. അപ്പൊ നമ്മള് you might have heard about cytochrome C, you might have heard wrote in your exam papers the pathways or the energy respiration pathways involving cytochrome C, but I am 10% sure you won't be knowing Kamala Sohoni that time. You didn't know that. And that is a different story of her which led her to the discovery of cytochrome C. You should definitely go and read it. And the fight she had undertaken, അവർ ഏറ്റെടുത്ത സമരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. അന്ന് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത്? ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ മേഖലയിൽ വലിയ കഴിവ് തെളിയിച്ച് നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനോട്, അദ്ദേഹത്തിന്റെ ചിന്താഗതിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോട്ട് ഈസി ടാസ്ക്. അത് ചെയ്യാനുള്ള ഒരു ഗട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാ. ആ ഗട്ട്സ് ഉണ്ടാവാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടായിരുന്നില്ല, വേണ്ടിയില്ലായിരുന്നു. അതില്ല. സമൂഹത്തിന്റെ ഒന്നും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ഇത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. അവരത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, കമല സൊഹോനി അത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, we would be missing a great scientist, and that is because of the reason that her PhD thesis contains only 40 pages. അവരുടെ PhDയുടെ പ്രബന്ധം എന്ന് പറയുന്നത് വെറും 40 പേജാണ്. PhDക്കാർ ഈ ടോക്കിലുണ്ടെങ്കിൽ അറിയാം, നമ്മൾ കടുകെട്ടി ഇത്രയൊക്കെയുള്ള പ്രബന്ധം ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ PhD വെച്ച് ഇറങ്ങുന്നത്. 300 പേജുകളൊക്കെ കാണും നമ്മുടെ PhD പ്രബന്ധത്തിന്. ഇവരുടെ പ്രബന്ധത്തിന് വെറും 40 പേജേ ഉള്ളൂ. അത് അന്ന് നോട്ട് ചെയ്യപ്പെട്ടു. It contains very least number of pages, but it was greatly appreciated that time. So number of pages doesn't matter. That was the extensive result or the intensity of the research she has undertaken. And we would have missed such a great lady if she stopped fighting at the moment when her application got rejected from IAC due to Professor C.V. Raman's act. So you see how the lady fighted, how she has come into a position or a great position, and she's the first woman to receive PhD in any branch of science from India. She has become the first woman. ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്ത്യൻ വനിതയ്ക്ക്
ആദ്യമായി PhD കിട്ടുന്ന കമല സോഹോനിക്ക്. യു ഷുഡിൻ ഫോർഗട്ട് എ നെയിം. ഒരു PhD സ്റ്റുഡന്റും കമല സോഹോനിയുടെ പേര് മറന്നു പോകാൻ പാടില്ല. ഷീ ഈസ് സച്ച് എ ഗ്രേറ്റ് എക്സാമ്പിൾ. ആൻഡ് ദെൻ കംസ് ദ അന്നാമണി. വി ആർ സോ പ്രൗഡ് ദാറ്റ് ഷീ ഈസ് ഫ്രം കേരള, ഫ്രം പീരുമേട്. പീരുമേട്ടിൽ നിന്നാണ് അന്നാമണി, പീരുമേട്ടിലാണ് ജനിച്ചത്. ഒരു വീട്ടിലെ 8 മക്കളിൽ 7ാമത്തെ ആളാണ്. അന്നത്തെ സാഹചര്യം അറിയാലോ. 1918 ജനിച്ച ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏത് സാമൂഹ്യ സാഹചര്യത്തിലാണ് അവർക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുണ്ടാവുക? And that was such a time. And she was so interested in learning, and she got very impressed with the Vaikam Satyagraha. Most of you might know. And she got attracted towards the activities of Mahatma Gandhi. And she started wearing khadi after Vaikam Satyagraha. And if you see the pictures of Annamani, you would see her in khadi costumes only. And later, she joined with C.V. Raman for her studies after BSc. See, here C.V. Raman accepted the entry of a girl student or a female student. And Kamala Sohoni's time, he refused to accept a female student. And actually, it was the fight of Kamala Sohoni which actually helped Annamani to join for her research in IAAC. കമല സോഹോനി അന്ന് സ്ട്രഗിൾ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, അവർ ആ ഒരു പാതയിൽ മുന്നോട്ട് പോയില്ലായിരുന്നെങ്കിൽ, അന്നാമാണിയെ പോലെ ഒരാൾക്ക് അവരുടെ വഴി ഇത്ര എളുപ്പം ആവുന്നില്ല. ആക്ച്വലി ഷീ മേഡ് ഇറ്റ് ഈസി. കമല സോഹോനി മേഡ് ദ പാത്ത് ഓഫ് അന്നാമാണി മച്ച് ഈസിയർ. ആൻഡ് ഷീ ജോയിൻ വിത്ത് C.V. Raman. And I think she worked in ruby and diamond, I guess. Let me see. Optical properties of ruby and diamond. That was a research she undertook. And then she worked for 5 years and she published certain papers, but she couldn't get the PhD because of the reason that she didn't have a master's. So then she moved on to Britain. അവിടെ IAC ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി സ്വന്തമായിട്ട് ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് PhD കിട്ടിയില്ല. പിന്നീട് ബ്രിട്ടനിൽ പോയിട്ട് ഷീ ടുക്ക് PhD in meteorological instruments. അത് കഴിഞ്ഞ് അവര് തിരിച്ചു വന്ന് C.V. രാമനോടൊപ്പം തന്നെ ദീർഘനാൾ പ്രവർത്തിച്ചു. ഈ മീറ്ററോളജിക്കൽ എക്സ്പെരിമെന്റ്സിനകത്ത് ധാരാളമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ സയന്റിഫിക് ഡീറ്റെയിൽസ് ഓഫ് ദെയർ ഇൻവെൻഷൻസ് or their contributions, but I am going in detail about their life struggle. We'll move on to the next person, or might be, I hope this is the last one, Asima Chatterjee. Then we will move on to the current situation right now. We'll stop the past here. Asima Chatterjee, ഒരു chemist ആണ്. I'm so glad that I got a chemist at the last. And she was working in organic chemistry and phytomedicine. പ്ലാന്റുകളിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റിൽ നിന്ന് മെഡിസിനൽ കോമ്പൗണ്ട്സിനെ വേർതിരിച്ചെടുക്കുന്ന ഒരു വർക്കാണ് ചെയ്തത്. ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു റിസീവ് എ PhD ഫ്രം എൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ഇപ്പൊ അന്നാമാണി ആയാലും കമല സോഹോനി ആയാലും വെളിയിൽ പോയാണ് PhD എടുത്തത്. പക്ഷെ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു PhD കിട്ടിയത് അസിമ ചാറ്റർജിക്കാണ്. ആൻഡ് ഷി വാസ് വർക്കിംഗ് വിത്ത്, ഷി ഗോട്ട് certain instructions, even got certain opportunity to work with PC Ray and SN Bose. അന്നത്തെ കാലത്ത് PC Ray ആയിട്ട് SN ബോസുമായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതും the time period she lived, she born in 1917, and that was not a great time to live for a women, and that was not a great time for a women to aspire science and research, but she did it. And finally she worked on medicinal chemistry. I think I would say, if we come from Anandi Gopal Joshi to Asima Chatterjee, you could see variation in the graph of the struggle or the intensity of the struggle. ഇവർ എടുത്തിരിക്കുന്ന ജീവിത സമരത്തിന്റെ ഒരു തീവ്രതയിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഒരിക്കലും ഗോപാൽ ജോഷി എടുത്ത ആനന്ദി ഗോപാൽ ജോഷി എടുത്ത ഒരു ജീവിത സമരത്തിന്റെ ഇന്റൻസിറ്റി അല്ല അസിമ ചാറ്റർജി. Society had changed, and that has actually helped them to some extent. So what is the status right now? If we say this is the milestone from 1848, from Savitri Bai Jyotiba Phule to 2022, this is something I took from a website, Indian Science and Technology, which has released in connection with this particular day. And you forgot about it. I was telling, നമ്മൾ
ഈ ചരിത്രങ്ങളെല്ലാം പഠിച്ച് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോടാണ് നമ്മളിനി ഈ ചരിത്രങ്ങൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. If you see the challenges that if you are asked to write down or point down the challenges that you experience right now as a woman or a girl in the field of science, what all the challenges you would be pointing down? വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ട് നമ്മൾ പറയും, സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ട് പറയും, വർക്ക് ലൈഫ് ബാലൻസ് ഈസ് എ പ്രോബ്ലം പറയും, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇസ് അനദർ വൺ, ട്രഡീഷണൽ ബാരിയേഴ്സ് ഉണ്ട്, വി ആർ ലെസ് കോമ്പൻസേറ്റഡ്, ദർ ആർ സെക്ഷൽ ഹറാസ്മെന്റ്സ് ഒക്കെ നമ്മൾ പറയും. സ്റ്റിൽ ഇറ്റ് ഇസ് ദർ, these are real, this is the reality. Still we exist in a phase where we are surrounded by loads and loads of social evils. ധാരാളമായ സാമൂഹ്യ പ്രശ്നങ്ങളിൽ കകത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. ആൻഡ് ഐ വുഡ് സേ there are people, or if I don't know who all are attending, but still there are people who do research after getting married. Oh, I'm talking about the women after getting married, they're doing research. And it is, I'm not a married person, but I can say, and I have seen many examples, it is not a similar task as that of a woman who is unmarried. That is really an entirely different job, to manage a home, to manage their family, to manage their kid, and to manage the research. Is it because their it is not a issue of the family. കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് റിസർച്ച് ചെയ്യാന്ന് പറയുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ അത്ര നല്ല ഒരു എക്സ്പീരിയൻസ് ഒന്നുമല്ല. അതിന്റെ കാരണം അവരുടെ കുടുംബം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ പറ്റില്ല. കുടുംബത്തിന്റെ പ്രശ്നമല്ല, അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ അതിനുശേഷം അവർക്ക് ചുറ്റും ഉണ്ടാകുന്ന ഈ ഒരു ധാരാളമായ പ്രതിബന്ധങ്ങൾ ഉണ്ടല്ലോ, അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തോടാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടുന്നത്, അല്ലാതെ ഫാമിലിയോട് മാത്രമല്ല. ആ ഒരു പർട്ടിക്കുലർ അവരുടെ കേസിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളോടല്ല. It is actually the social system which creates such a families, which creates such problems, and it's our duty to fight against the challenges which is created by the social system, not to the particular problems existing in a family. Yes, obviously we have to solve it out, but we should understand, or we should realize the fact that it is not a simple problem existing in a, or it's something very, ഇറ്റ്സ് നോട്ട് എ സ്പൊറേഡിക് തിങ്, ഐ വുഡ് സേ. ഒട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതൊക്കെ കണക്റ്റഡ് ആണ്. സോഷ്യൽ ഇനീക്വാലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇന്ന് റിസർച്ച്. ഐ ഹാവ് എ പേഴ്സണൽ എക്സാമ്പിൾ. ഞാൻ റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തൊരു പ്രൊഫസർ എന്നോട് പറഞ്ഞത്, യു ആർ എ ഗേൾ, നീ ഒരു പെൺകുട്ടിയാണ്, ആൻഡ് എന്താണ്, അറ്റ് എ പോയിന്റ് ഓഫ് ടൈം യു വിൽ ഗെറ്റ് മാരീഡ് ആൻഡ് യു വിൽ ലൂസ് എ കോൺസെൻട്രേഷൻ ഇൻ യുവർ റിസർച്ച്. ഒരു സമയത്ത് നീ കല്യാണം കഴിക്കും, നിനക്ക് കല്യാണ പ്രായമായിരിക്കുന്നു, അതുകൊണ്ട് റിസർച്ചിലുള്ള നിന്റെ ഇൻട്രസ്റ്റ് പോവും. സോ ഐ എം നോട്ട് റെഡി ടു ടേക്ക് യു. That was one of the comment I got personally when I decided to go for research. It is there. അങ്ങനെയുള്ള ചിന്താഗതികളുണ്ട്. There are certain അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. Who said getting married actually reduces someone's interest in research? It's another responsibility they are taking up, and that doesn't mean that they are losing their interest in research. Actually, you should take it in another way. Somebody is doing research along with maintaining their, or along with doing all the homely responsibilities only because they are much more interested in research. ഒരാൾക്ക് നല്ലോണം റിസർച്ചിലും സയൻസിലും താല്പര്യമുള്ളത് കൊണ്ടാണ് എത്ര സാമൂഹ്യ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അവർ റിസർച്ച് ചെയ്യാൻ തയ്യാറാവുന്നത്. ഇല്ലെങ്കിൽ ഇട്ടിട്ട് പോവായിരുന്നല്ലോ. അങ്ങനെ അവർ ചിന്തിക്കാത്തത്, ഐ മീൻ അങ്ങനെ അതിനെ ചിന്തിക്കാൻ സമൂഹത്തിന് കഴിയുന്നില്ല. സൊസൈറ്റി ഫീൽസ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. Society thinks like, okay, women is not capable of doing research. Still, in this 2024, I would say there are certain people, maybe a handful of people, they think like that. They think women is not competent enough to do research because they will have certain other responsibilities. You should think in such a way that women is much more interested towards research. They are more keen in doing research because they
chose to do research even if they have other responsibilities. മറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ളപ്പോഴും ചെയ്യുന്നു എന്ന നിലയിൽ കാണാൻ സമൂഹത്തിന് പറ്റുന്നില്ല. And still, it is a sexual harassment. I don't want to explain it more. You know it. There are എത്ര എക്സാമ്പിൾസ്, എത്രയോ കഥകൾ നമ്മളിങ്ങനെ കേൾക്കാം. People leaving research. It is not a single problem. അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നല്ല. There are many examples. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ മാനസികമായി ടോർച്ചർ അനുഭവിക്കുന്ന, മെന്റൽ ടോർച്ചറിലൂടെ കടന്നു പോകുന്ന എത്ര പേരുണ്ട്. മാനസികമായ സംഘർഷങ്ങൾ താങ്ങാൻ വയ്യാതെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കടുങ്കൈകൾക്ക് മുതിരുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദർ ആർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒബ്വിയസ്ലി. People say you are not good enough to do science research, or you are not good enough to do engineering because you are a woman. You can't take up the physical challenges. No, there is Madame Curie, there is Lise Meitner, and there are so many other scientists and other professionals in our history who had done this. പക്ഷെ അത് കാണാൻ പലർക്കും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ഒരു കമന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ എത്രയോ എല്ലാവർക്കും ഇതേപോലുള്ള കമന്റുകൾ കിട്ടുന്നുണ്ടാവും. ആൻഡ് ദർ ആർ ട്രഡീഷണൽ ബാരിയേഴ്സ് ഒബ്വിയസ്ലി. ഈ പരമ്പരാഗതമായ ധാരാളം കെട്ടുപാടുകൾക്കകത്ത് ആണ് പെൺകുട്ടികൾ ഇപ്പോഴും നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനെ ഒരു ഭയങ്കര ഓപ്പോസിഷൻ ആയിട്ട് അവതരിപ്പിക്കുകയല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ദേർ. അപ്പം ഇത്തരം ചലഞ്ചുകളുടെ മുന്നിൽ നടുക്ക് നിൽക്കുന്നവരാണ് നമ്മൾ. We are standing amidst all these challenges. It doesn't mean that you should look like this, the girl here shown it. You shouldn't look down. Let it be there. Let all the challenges be there. You look up. You look straight. നേരെ നോക്കുക, മുന്നോട്ട് നോക്കുക. You have the example of Madame Curie. And think like that. Madame Curie ഒന്നും അനുഭവിച്ച അത്രയും പ്രശ്നങ്ങൾ നമുക്കില്ല എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇന്ന് നമുക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പോവാൻ പറ്റും. മാഡം ക്യൂറിയോ, ആനന്ദി ഗോപാൽ ജോഷിയോ, ലീസ് മീറ്റ്നറോ, റോസ്ലിൻ ഫ്രാങ്ക്ലിനോ അല്ലെങ്കിൽ നമ്മുടെ കമല സൊഹോനിയോ ഒക്കെ അനുഭവിച്ച പ്രശ്നങ്ങളെക്കാൾ വലുതല്ല നമ്മുടെ പ്രശ്നം എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, വി ഹാവ് അഡ്വാൻസ്ഡ് ഇൻ സർട്ടൻ വേ that we have got a collective, we have got a group of people who think in the same, who think things in same manner. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരു തിങ്കിങ് പ്രോസസ് ഉള്ള കുറച്ച് പേരെ നമുക്കിപ്പോ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. പണ്ടത് പറ്റില്ലായിരുന്നു. ഇഫ് യു ലുക്ക് അറൌണ്ട് യു വിൽ ബി ദ ഓൺലി പേഴ്സൺ ടു ചാലഞ്ച് ദി സോഷ്യൽ ലെവൽസ്. നൗ ഇഫ് യു ലുക്ക് അറൌണ്ട് യു ക്യാൻ സീ അറ്റ്ലീസ്റ്റ് 10 people around who is also challenging the things around. So you can get 10 people around. You get them united. You go forward. So it's much easy for us to go forward. It is much easy for us to take the challenges. And that has to be taken in such a way that is my another point. ഈ ചലഞ്ചുകളൊക്കെ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന എന്തിനാ? ഈ ചലഞ്ചുകൾ ഏറ്റെടുക്കുന്ന വഴി നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോവാണ്, എനിക്ക് വേണ്ടി മാത്രമാണോ? ഒരിക്കലും അല്ല. ഈ ചലഞ്ചുകൾ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, കമല സൊഹോനി ഇല്ലായിരുന്നെങ്കിൽ അന്നാമാണി ഉണ്ടാവില്ല. വി ആർ ക്ലിയറിംഗ് ദ പാത്ത്. Actually, we are contributing to the society. We are uplifting the social status. We are uplifting the cultural status of the society. We are actually helping science to develop in such a way that the cultural standard of the science is getting uplifted. സയൻസിന്റെ സാംസ്കാരികമായ തലം ഉയർത്താൻ, ശാസ്ത്രത്തെ ആ നിലയിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും നമ്മൾ ഈ ചലഞ്ചസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ. അതാണ് നമ്മൾ വിമൻ ഇൻ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ, ദ ഗ്ലാസ് ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പാസ്റ്റുകളെ കുറിച്ച്, ഇതിനു മുമ്പ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ചുരുക്കി അവതരിപ്പിക്കാൻ തോന്നുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അത് ഇത്രയും നേരം സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ മറ്റൊരു തലം കൂടി ഞാൻ അവതരിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതെന്ന് പറയുന്നത്, നമ്മള് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഇഫ് യു സീ ദ പ്രോബ്ലംസ് ഐ ഹാവ് ഹൈലൈറ്റഡ്, യു ക്യാൻ സീ ഓർ യു ക്യാൻ ടെൽ ഇറ്റ് ലൈക്ക് ദീസ് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ദ സൊസൈറ്റി. ഇറ്റ് ഈസ് ദേർ, ബട്ട് യു ഷുഡ് think it in such another way that these are the social problems existing in the society. It's not a single problem of the women only.
If the women are facing problems, actually the society is in danger. സ്ത്രീകൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സമൂഹം ആക്ച്വലി അപകടത്തിലാണ്. So the challenges or the challenging process has to be taken up by the women in support, with the support from the society or the people around who realizes the സ്റ്റാറ്റസ് ഓഫ് ദി സൊസൈറ്റി. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകളുടെ ഈ പ്രതിസന്ധികളോട് പൊരുതണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ഒരു കൂട്ടായ ചലഞ്ചിങ്ങിലൂടെ മാത്രമേ ഇതിനെ പരിഹരിക്കാൻ പറ്റൂ. സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല. ഇത് സ്ത്രീകളെ ഡയറക്റ്റ് ബാധിക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിന്റെ പ്രശ്നമാണ്. സമൂഹം അപകടത്തിലാണ് എന്നതിന്റെ സൂചനകളാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ സാമൂഹ്യമായി നമുക്ക് നേരിടാൻ പറ്റണം. അതാണ് ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് എ ഫെമിനിസ്റ്റിക് അപ്രോച്ച്, ഇറ്റ് ഷുഡ് ബി കം ഔട്ട് ആസ് എ സോഷ്യൽ അപ്രോച്ച്. സമൂഹത്തിന്റെ ഒന്നാകെയുള്ള കൂട്ടായ പ്രയത്നത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു സംഗതിയായി ഇത് വരണം. ആൻഡ് ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ടു ദ പാർട്ടിസിപ്പൻസ് അറ്റൻഡിങ് ഹിയർ. ലൈക്ക് I have been sharing these things. So hereafter, when you see a person, let it be women or a boy or a girl, if you see them struggling, especially in the field of research, especially in the field of science, technology, engineering, mathematics, whatever, medicine, whatever, if you see them struggling, don't underestimate. Give them a hand. ഒരു പ്രശ്നം, ഒരു റിസർച്ച്, you would see them very happy outside. It's not like that. PhD scholars ഇവിടെ ഉണ്ടെങ്കിൽ they will agree to the fact that you would see happy outside, but it's not always happy inside. You are always in a mental dilemma, right? എപ്പോഴും ഒരു മാനസികമായ ഇംബാലൻസിനകത്താണ് നിങ്ങൾ പോകുന്നുണ്ടാവുക. സോ ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള നമ്മൾക്ക് പരസ്പരം സഹായിക്കാൻ പറ്റണം, പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് ആക്ച്വലി ഒരാളെ വ്യക്തിപരമായി സഹായിക്കും, അത് സമൂഹത്തെ സഹായിക്കും. നോളജിനെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നോളജും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നോളജും രണ്ടാണ്. ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. So if you can make a person so peaceful by giving them a hand or giving you a shoulder to lean upon, that will actually help them to create something very different. That knowledge they are going to create that would be entirely different from the knowledge that they would create from a disturbed mind setup. So do like that. That's a humble request from my side. So that's all about women in science. And that's all about the breaking of the ceiling. You break the ceiling, the society would be there, at least the thinking mind would be there. I am very much happy about the fact that there is people, even in the field of science and other engineering or other fields, who actually understood these points actually. ഇതിനെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ സഹായം, അവരോടൊപ്പം നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇറ്റ്സ് സംവാട്ട് ഈസി ടാസ്ക് ഓൺലി ഇഫ് യു ഗെറ്റ് യുണൈറ്റഡ്. സോ ഗെറ്റ് യുണൈറ്റഡ്, not only women, get all the people united to save the science, to fight against the odd, to challenge the evils and bring out very creative knowledge. Thank you.